ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജിനെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി. കൂടുതൽ വിശദാംശങ്ങൾ ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് നൽകും. ആൽവിൻ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണുള്ളത്? ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഇടുക്കി മൂലമറ്റത്ത് രണ്ട് യുവാക്കൾ അവിടെ കുളിക്കാനായി ഇറങ്ങിയത്. ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കുളിക്കാനായി ഇറങ്ങിയത്. അപ്പോൾ പൊടുന്നനെ വെള്ളം ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂലമറ്റം സ്വദേശിയായ അതുൽ ബൈജു ആണ് മുങ്ങി മരണമുണ്ടായത്. ഈ അതുൽ ബൈജുവിനെ പിന്നീട് രക്ഷാസേന എത്തി രക്ഷിച്ചു പുറത്തെടുത്തെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ, മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുലിനെ കരയ്ക്ക് കയറ്റിയെങ്കിലും പിന്നീട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ജീവൻ നഷ്ടമായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നെച്ചാർ, വലിയാർ, മൂലമറ്റം പവർ ഹൗസിലെ ജനറേഷന് ശേഷം വെള്ളം വരുന്ന മറ്റൊരു സ്ഥലം, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം ചേരുന്ന സ്ഥലമാണിത്. വലിയ അപകട ഭീഷണി ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഏറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് പൊടുന്നനെ വെള്ളം ഉയർന്നു എന്നതാണ് നമുക്കിപ്പോൾ അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പറയുന്നത് പെട്ടെന്ന് വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അതുൽ ബൈജു എന്ന മൂലമറ്റം സ്വദേശി കൂടിയാണ് അദ്ദേഹം ആണ് മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന നിതീഷ് രാജ്, സുഹൃത്തായ നിതീഷ് രാജിനെ അഗ്നിരക്ഷാസേന രക്ഷിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സംഗീത. ശരി ആൽവിൻ, ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും വലിയ രീതിയിൽ അപകട സാധ്യതയുള്ള സമയമാണ്, വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഏറ്റവും ഒടുവിലായി ഇടുക്കിയിൽ നിന്ന് വരുന്നത്. നമ്മൾ